ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി ചന്ദനക്കുടം കാണുവാനായിട്ടാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നാം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ചന്ദനക്കുടം എന്ന് പറയുന്നത്. പുതൂർപ്പള്ളി ചന്ദനക്കുടം എന്ന് പറഞ്ഞാല് വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഒരു വലിയ ആഘോഷമാണ്. ഇത് നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് പങ്കുചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു ചന്ദനക്കുടമാണിത്. ഇത് എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി 26-ാം തീയതിയാണ് ഇത് നടക്കുക. വലിയ ഒരു ജനാവലി കൊണ്ട് ഈ ചന്ദനക്കുടം വളരെ മനോഹാരിതയേറിയ ഒരു വിരുന്നായി മാറിയിരിക്കുകയാണ്. അതായത് ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് ഈ ചന്ദനക്കുടത്തിലൂടെ കടന്നു വരുമ്പോൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ജോലി എവിടെയാണെങ്കിലും നമ്മൾ വിദേശത്താണെങ്കിലും ഒക്കെ കഴിവതും ഈ പറഞ്ഞ ഡിസംബർ മാസം നാട്ടിലെത്തുവാനായിട്ടും ഇവിടെ വന്നിട്ട് ഈ ചന്ദനക്കുടത്തില് പങ്കെടുക്കുവാനും ഒക്കെ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു 5 ആനകളാണ് ഈ ചന്ദനക്കുടത്തിന് എഴുന്നള്ളിപ്പിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 5 ആന ഇങ്ങനെ നിരന്ന് നിൽക്കും. പള്ളിയുടെ ഫ്രണ്ടിലായിട്ടോ, നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ 5 ആന വന്നു നിൽക്കുന്നത്. അതായത് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നല്ല തലയെടുപ്പോടുകൂടി നല്ല 5 ഗജവീരന്മാർ വന്ന് നിൽക്കും. അതില് ഒന്നാം ആന, 2-ാം ആന, അങ്ങനെ 5 ആനകൾ. അത് എല്ലാ വർഷവും ഇതുപോലെ ഇതിൽ ഇരിക്കുവാനുള്ള അവകാശം നേരത്തെ തന്നെ കരസ്ഥമാക്കും. ഈ 5 ആനയിൽ ഇരിക്കാനുള്ള അവകാശം അത് കരസ്ഥമാക്കുന്നത് അത് അവര് ഈ ലേലം വിളിച്ചൊക്കെയാണ്. അത് ഒരു അഭിമാനമായിട്ടാണ് ഓരോരുത്തരും ആ ലേലത്തിൽ പങ്കെടുത്ത് ഇതിൽ കയറിയിരിക്കുവാനായിട്ടൊക്കെ ലേലം പിടിക്കുന്നത്. അത് ഈ ആനയുടെയൊക്കെ ആ തലയെടുപ്പോടുകൂടിയുള്ള വരവൊക്കെ കാണുവാനായിട്ട് എത്ര ഭംഗിയാണെന്നറിയാമോ? അതായത് ഈ ചന്ദനക്കുടത്തിന് ഈ വർഷം, അതായത് 2023 വലിയ ജനസാഗരം തന്നെ ഉണ്ടായി. ഇതിന്റെ ഒരു പ്രത്യേകത ചങ്ങനാശ്ശേരിയിൽ നിന്നും മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉള്ള ആളുകൾ ഈ ചന്ദനക്കുടം വീക്ഷിക്കുവാനായിട്ട്, കാണുവാനായിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ട്. ഞാനും അതേപോലെ തന്നെ കഴിവതും ഈ ചന്ദനക്കുട ആഘോഷം ഒരിക്കലും മുടക്കാതിരിക്കാനായിട്ട് കാണാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നാട്ടിലാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ 25, 26 ഈ ചന്ദനക്കുടം കാണുവാനായിട്ട് തീർച്ചയായും ഞാൻ ഇതുവരെയും അങ്ങനെ മുടക്കിയിട്ടില്ല. കാരണം അത് നമ്മുടെ ഒരു വികാരമാണ്, മനസ്സിന്റെ ഒരു സന്തോഷമാണ്. ഈ ചന്ദനക്കുടത്തിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ഈ 2 ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സിന് ഒരു വലിയ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഇവിടെ ധാരാളം കണ്ടില്ലേ, ആളുകൾ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞ പ്രദേശം മുഴുവൻ ഈ നിരവധി ആളുകളാണ്. അതായത് ഇവിടുത്തെ ജനത്തിന്റെ ഏതാണ്ട് ഒരു പ്രധാന ഭാഗവും കുട്ടനാട്ടുകാരാണ്. അതായത് കുട്ടനാടിന്റെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ചന്ദനക്കുടം കാണുവാനായിട്ട് എല്ലാ വർഷവും എത്താറുണ്ട്. അതുപോലെ ചങ്ങനാശ്ശേരിയിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും, അതായത് ഇന്നതിലുള്ള നാനാജാതി മതസ്ഥരും ഇവിടെ ഈ അതായത് മതമൈത്രിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ചന്ദനക്കുടത്തെ എല്ലാവരും കാണുക. കാരണം അതുകൊണ്ടാണ് ഇത്ര ജനപങ്കാളിത്തം ഇവിടെ അനുഭവപ്പെടുന്നത്. അത് ഇവിടെ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലിമാൻ എന്നോ ഒന്നുമില്ല. എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ പറഞ്ഞ സ്ഥലത്ത് വന്ന് ഈ പറഞ്ഞ ചന്ദനക്കുട ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് ആ ഒരു വികാരം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരം തന്നെയാണ്. ഒരു സന്തോഷപ്രദമായ ഒരു പ്രതീതിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ചന്ദനക്കുടത്തിൽ വന്ന് ഈ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ ഈ ചന്ദനക്കുടം കാണുവാനായിട്ടൊക്കെ പരിശ്രമിക്കും, ഉറപ്പാണ്. അത് ഞാൻ എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിന്റെ ആ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വർഷം ഞാനും എൻ്റെ ഇളയ അളിയനും കൂടെ ഈ പറഞ്ഞ ചന്ദനക്കുടം കാണുവാനായിട്ട് പോയി. അതായത് ഈ 2 ദിവസവും, അതായത് 25-ാം തീയതി 26-ാം തീയതിയും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു.
അതായത് ഈ ചന്ദനക്കുടത്തില് ആനകളൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ച് ആ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുമ്പോൾ ആ കൊടകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വെഞ്ചാമൃതമൊക്കെ ഇങ്ങനെ വീശി അതൊക്കെ ഒരു വല്ലാത്ത എന്താണ് ഒരു ഫീലാണ്. ഈ ആനയെ കാണുമ്പോൾ അതൊരു ഞാൻ പറഞ്ഞ ജനക്കൂട്ടം എവിടുന്നാണെന്ന് അറിയത്തില്ല. ആന ഇങ്ങനെ വരുമ്പോൾ എവിടുന്നൊക്കെ ഭയങ്കര ഒരു ജനാവലി അതിന്റെ ചുറ്റും വന്ന് നിറയുകയും ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ തിരക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, ഓരോരുത്തരും അതിന്റെ മുന്നിൽ വന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ട്. കാരണം ഇതിന്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ കാര്യമാണ്. കാരണം അതുപോലെ ജനാവലിയാണ്. അതായത് സൂചി കുത്താനായിട്ട് വിടവില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലെയാണ് ഈ പറഞ്ഞ ചന്ദനക്കുടത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ നാടിന്റെ അതായത് കേരളക്കരയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ചന്ദനക്കുടം ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി ചന്ദനക്കുടം കാണുവാനായിട്ട് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടാറുണ്ട് എല്ലാ വർഷവും. അത് കഴിവതും ഇതുവരെയും ആൾക്കാർ മുടക്കിയിട്ടില്ല. ആ കോവിഡിന്റെ ആ ഒരു വർഷം 2 വർഷം മുടങ്ങിയതല്ലാതെ ഇതുവരെയും ഒരു വ്യക്തി പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും മുടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഇപ്പൊ കണ്ടില്ലേ ഈ കാഴ്ച. ഈ ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത്രയും വിസ്തൃതിയേറിയ ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ജനങ്ങൾ കണ്ടില്ലേ തടിച്ചുകൂടി എന്ന് കണ്ടോ? ആഘോഷങ്ങളൊക്കെ കണ്ടോ? അവരുടെ ആ നൃത്തം ചവിട്ടുന്ന ആ പോയി വിളിക്കുന്ന ഡാൻസ് ചെയ്യുന്ന ആ കാഴ്ചകളൊക്കെ കണ്ടോ? അതായത് ഈ പറഞ്ഞ ആനകളെയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആ സന്തോഷത്തിൽ അവരിങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാം കൂടുതൽ കാഴ്ചകളിലേക്ക്.